പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ധൃതി പിടിച്ച് ഓരോരോ ജോലികൾ ചെയ്യുന്നതിനിടയിലും ലക്ഷ്മി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൂടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. അതാകുമ്പോൾ അച്ഛൻ ഈ വക തോന്നിവാസങ്ങളൊന്നും കാട്ടില്ല. കൂടെ വരുന്നവന്മാർ ആരാണെന്നറിയാൻ വയ്യ. ഒരിക്കലൊരു തെറ്റ് പറ്റി. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി മോശക്കാരിയാകാൻ പറ്റില്ല. ഈയൊരു വർഷം കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ നിന്ന് തിരികെ വീട്ടിൽ കൊണ്ടുവരണം. താനും അമ്മയും ഉണ്ണിക്കുട്ടനും. അപ്പോഴും ശ്രീബാല എന്നൊരു പേര് വേദനയോടുകൂടി തന്നെ ലക്ഷ്മിയുടെ ഉള്ളിൽ മുഴച്ചു നിന്നു. പറഞ്ഞതും ചെയ്തു കൂട്ടിയതും ഒക്കെ തെറ്റായിരുന്നുവെന്ന് ഓരോ നിമിഷവും അനുഭവം അവളെ കൊണ്ട് പറയിച്ചു കൊണ്ടേയിരുന്നു. താൻ ഒരാൾ കാരണം തകർന്നു പോയ കുടുംബം. എല്ലാത്തിനും മുന്നിൽ ഓടിച്ചാടി നടന്ന അമ്മ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും സ്നേഹവാത്സല്യങ്ങൾ അറിഞ്ഞു വളരേണ്ട ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ. ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നിട്ട് പോലും അച്ഛൻ മറ്റൊരാൾ എന്ന കാരണം കൊണ്ട് മാനസികമായും ശാരീരികമായും താൻ ഒരുപാട് വേദനിപ്പിച്ചു ബാലേച്ചിയെ. പക്ഷേ ഒരിക്കൽ പോലും അവർ തന്നെ ശപിച്ചില്ല. ആലോചിക്കും തോറും ഹൃദയം പൊടിഞ്ഞ് ചോര കണക്കെ കണ്ണുനീർ കവിളിൽ നനച്ചുകൊണ്ടേയിരുന്നു. എന്തിനാടി നീ ഇരുന്ന് മൂങ്ങുന്നത്? നിന്റെ തള്ള ചത്തോ? ശ്രീധരൻ്റെ ആക്രോശം കേട്ടാണ് ആലോചനകളിൽ നിന്നും ലക്ഷ്മി വിമുക്തയായത്. അവൾ വേഗം ചെയ്തുകൊണ്ടിരുന്ന ജോലികളുടെ ബാക്കിയിലേക്ക് തിരിഞ്ഞു. 1 മണിയായപ്പോൾ തന്നെ ചോറും ചിക്കനും കപ്പയും ഒക്കെ റെഡിയായി. എല്ലാം എടുത്ത് വിളമ്പി വയ്ക്കുമ്പോഴും ആരെയോ കാത്തുന്ന പോലെ ശ്രീധരൻ പുറത്തേക്ക് നോക്കി നിന്നു. ലക്ഷ്മി അടുക്കള ജോലികളെല്ലാം ഒതുക്കിയതിന് ശേഷം കുളിച്ചു തുണി മാറി കയ്യിൽ കിട്ടിയ ചുരിദാർ എടുത്തിട്ട് നേരെ ഉമ്മറത്തേക്ക് വന്നു. നീ ഇതെവിടേക്കാ ഈ നട്ടുച്ച നേരത്തിറങ്ങിപ്പോകുന്നത്? എന്തായാലും അച്ഛൻ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാർ വരുമ്പോൾ വിളമ്പി കഴിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഞാനിവിടെ വേണമെന്നില്ലല്ലോ. ഞാൻ ജയാമ്മയുടെ വീട് വരെ പോകുന്നു. ശ്രീധരൻ എതിർപ്പ് പറയാനോ മറുപടി പറയാനോ അനുവദിക്കാതെ ലക്ഷ്മി വേഗം പുറത്തേക്ക് പോയി. ശ്രീധരൻ ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് അതങ്ങ് മാറി. ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് തന്നെ നല്ലത്. ജയിലിൽ വെച്ച് കിട്ടിയ 2 കൂട്ടുകാരാണ് അവന്മാർ. അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് അവന്മാർ ഇവിടെ വരുമ്പോൾ അവൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പതിവില്ലാത്ത നേരത്ത് ലക്ഷ്മിയെ കണ്ടപ്പോൾ ജയ അവളെ സൂക്ഷിച്ചു നോക്കി. നീ എന്താടി പെണ്ണെ ഈ നട്ടുച്ച നേരത്ത് ഒരു കുട പോലും എടുക്കാതെ ഇറങ്ങി വന്നത്? അവളുടെ മുഖത്തേക്ക് പൊടിഞ്ഞ വിയർപ്പുതുള്ളികൾ ഷോള് കൊണ്ട് ഒപ്പുന്നതിനിടയിൽ ലക്ഷ്മി ജയയെ നോക്കി ചിരിച്ചു. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഏതോ കൂട്ടുകാരന്മാർ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങി. അതെന്തായാലും നന്നായി. ആ മോൻ്റെ അതേ സ്വഭാവം ഉള്ളവന്മാരായി ഇരിക്കും വരുന്നത്. അമ്മയെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തവന്മാർ വല്ലതും ആയിരിക്കും. എന്നിട്ട് നീ ഒന്നും കഴിച്ചില്ലേ? അവളില്ലെന്ന് കണ്ണ് ചെമ്മി കാണിച്ചു. ഞാൻ ഇന്ന് ചോറൊന്നും വെച്ചില്ലടി. ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. അതിൽ വെള്ളമൊഴിച്ച് പഴങ്കഞ്ഞിയാക്കി. കുറച്ച് കപ്പയും മീനും വെച്ചു. നീ പഴങ്കഞ്ഞി കഴിക്കുമെങ്കിൽ വാ, നമുക്ക് കഴിക്കാം. ഞാൻ എല്ലാം കുടിക്കും ജയാമ്മേ. പെട്ടെന്ന് ജയ തിരിഞ്ഞു നോക്കി. സാധാരണ ഉണ്ണിക്കുട്ടനും ബാലയുമാണ് ചിലപ്പോഴെങ്കിലും അവളെ ജയാമ്മയെന്ന് വിളിക്കുന്നത്. ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഈ ഇടയ്ക്കാണ് മാമി എന്നുള്ള വിളി പോലും വന്നു തുടങ്ങിയത്. പക്ഷേ അവളിപ്പോൾ ജയാമ്മയെന്ന് വിളിച്ചപ്പോൾ ജയയുടെ മനസ്സ് നിറഞ്ഞു. അവളെ നോക്കി മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ജയ 2 പാത്രത്തിലേക്ക് പഴങ്കഞ്ഞിയും കപ്പയും മീനും എടുത്തുകൊണ്ട് ഇറയത്തേക്ക് വന്നു. ഇറയത്തിരുന്നവർ ആസ്വദിച്ച് പഴങ്കഞ്ഞി മുഴുവനും കുടിച്ചു. ശ്രീധരൻ കുറേ നേരമായി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വരാമെന്ന് പറഞ്ഞവന്മാരെ ഇതുവരെ കാണാനില്ല. അക്ഷമയോടുകൂടി വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് മുറ്റത്തൊരു ഓട്ടോ സൈഡ് ചേർത്ത് നിർത്തിയത്. അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഷാജിയും കുമാരനും ഇറങ്ങി. അവർക്കൊപ്പം തന്നെ ഒരു സ്ത്രീയും. ഇവന്മാരെ 2 പേരും കൂടി വരുമെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ ഏതവളാ? തൻ്റെ അവസ്ഥ ഏറ്റവും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ശ്രീധരൻ ആദ്യമൊന്ന് പരിഭ്രമിച്ചു. കാരണം ആരെങ്കിലും വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ മറ്റോ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് സ്റ്റേഷനിലെത്തും. പിന്നെ അവന്മാരുടെ അടിയും കൂടി കൊള്ളേണ്ടി വരും. എങ്കിലും അവളെ കണ്ടപ്പോൾ പറ്റില്ലെന്ന് പറയാനും വയ്യ. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ശ്രീധരൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഷാജിയും കുമാരനും അകത്തേക്ക് കയറിയപ്പോൾ ഒതുക്കത്തിൽ ശ്രീധരൻ അവന്മാരോട് ചാടി. എടാ, നിന്നോടൊക്കെ ആരാടാ പറഞ്ഞത് ഇവളെയും പൊക്കിക്കൊണ്ട് വരാൻ? ഇത് ലോഡ്ജൊന്നുമല്ല, എൻ്റെ വീടാണ്. ചുറ്റുവട്ടത്തുമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പണി പാളും. എൻ്റെ ശ്രീധരേട്ടാ, നിങ്ങൾ ഇത്രയും പേടിച്ചു തൂറിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും ഇതുവരെ വന്നതല്ലേ,
അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാമെന്ന് കരുതി. അതിനിനി സൗകര്യക്കുറവുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാം. ഷാജിയും കുമാരനും ചുറ്റുപാടും ഒക്കെ നോക്കിയപ്പോൾ ശ്രീധരൻ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് അകലെയല്ലാതെ വീടുകൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ട്. നോക്കിയാൽ കാണാവുന്ന അത്ര അകലത്തിലാണ് ഓരോ വീടും. എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡിയായി വാ. നമുക്ക് പുറത്തെവിടെയെങ്കിലും റൂം എടുക്കാം. ഇത്ര പൈസ ചിലവാക്കി ഇവളെയും കൂട്ടി വന്നിട്ട് അത് മുതലാക്കാതെ വിടാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന് ശ്രീധരേട്ടാ, നിങ്ങൾ അതെല്ലാം കൂടി വല്ല പാത്രത്തിലോ കവറിലോ ആക്കി എടുക്ക് മനുഷ്യ. നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാം. കുമാര, നീ അവളെ വിളിച്ച് വണ്ടിയിൽ കൊണ്ടിരുത്ത്. ഞങ്ങളിതൊന്ന് പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ചോറും ചിക്കനും കപ്പയും ഒക്കെ കയ്യിൽ കിട്ടിയ പാത്രങ്ങളിലേക്ക് വിളമ്പിയെടുത്തു ശ്രീധരൻ. പാത്രങ്ങളിരുന്ന അലമ്പാരിൽ നിന്നും ഒരു തൂക്ക് വലിച്ചെടുത്ത് ചോറപ്പാടെ അതിലേക്ക് കമഴ്ത്തി. 3 പാത്രവും ഒരു തവയും കയ്യിലെടുത്തു. ആവശ്യത്തിനുള്ള 1-2 പാത്രങ്ങളും കൂടി എടുത്തുകൊണ്ട് വേഗം കതക് ചാരി സാധനങ്ങളെല്ലാം കൊണ്ട് ഓട്ടോയിൽ കയറി. ശ്രീധരന് നടുവിലായി ആ പെണ്ണിരുന്നു. ഓട്ടോ വേഗം ഇടറോഡിലൂടെ കുതിച്ചുകൊണ്ടേയിരുന്നു. പെണ്ണൊരു വെള്ളടുത്തിരിക്കുമ്പോൾ ശ്രീധരൻ്റെ ശരീരം അതിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങി. ഒരുപാട് നേരം നിയന്ത്രിച്ചിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അടുത്തിരിക്കുന്നവളുടെ ശരീരത്തിലൂടെ പതിയെ കൈകൾ ഓടി. എന്നാൽ അവൾ ആ കൈ തട്ടി എറിഞ്ഞു. എൻ്റെ ശ്രീധരേട്ടാ, നിങ്ങൾക്ക് ഇത്രയും ക്ഷമയില്ലെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഒന്ന് അടങ്ങിയിരിക്കും മനുഷ്യ. അവളുടെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ ഷാജി ശ്രീധരനെ പറഞ്ഞു വിലക്കി. വാഹനം നേരെ ചെന്ന് നിന്നത് ഒരു ലോഡ്ജിൻ്റെ മുന്നിലേക്കായിരുന്നു. കുറേ നാളായല്ലോടാ ഈ ഭാഗത്തോട്ടൊക്കെ കണ്ടിട്ട്. ഇത്രയും നാൾ അകത്തായിരുന്നു. ലോഡ്ജുകാരൻ പരിചയക്കാരനെ പോലെ ഷാജിയോടും കുമാരനോടും തിരക്കി. അതേക്ക, ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ പുറത്തിറങ്ങിയിട്ട്. ഇതാരാടാ പുതിയൊരാൾ? ഞങ്ങളുടെ ദോസ്താണ്, ജയിലിൽ വെച്ച് പരിചയപ്പെട്ടത്. ശ്രീധരനെ നോക്കി വളരെ അഭിമാനത്തോടു കൂടി ഷാജിയും കുമാരനും അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കൂടെയുള്ള പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ചാവി ഒരെണ്ണമെടുത്ത് ഷാജിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. നിങ്ങളുടെ സ്ഥിരം റൂം തന്നെയാണ്. ഇന്ന് മുഴുവനും കാണുമോ അതോ കുറച്ച് നേരത്തേക്ക് മതിയോ? എന്തായാലും പറയാൻ പറ്റില്ല ഇക്ക. വൈകുന്നേരം വരെ കാണും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്താ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലടാ. അയാൾ സമ്മതഭാവത്തിൽ തലയാട്ടി. അന്നത്തെ ദിവസം അവൾ അവരോടൊപ്പമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചാണ് ശ്രീധരൻ തിരിച്ച് യാത്ര വീട്ടിലേക്ക് ആരംഭിച്ചത്. വരുന്ന വഴിക്ക് നേരെ ഷാപ്പിൽ കയറി വയറുമുട്ടെ കള്ളം കുടിച്ചു. രാവിലത്തെ ഓർമ്മകൾ ഓരോന്നായി തികട്ടി വരുമ്പോൾ വെള്ളമടിയുടെ ആക്കവും നല്ല തോതിൽ തന്നെ കൂടി. ഇതിനിടയിൽ നല്ല സൽക്കരിച്ച് തന്നെയാണ് ഷാജിയെയും കുമാരനെയും പറഞ്ഞു വിട്ടതും. ഇനിയും കാണാമെന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിക്കാനും തലോടാനും ശ്രീധരൻ മറന്നില്ല. ഈ വയസ്സുകാലത്ത് ഇയാളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന അമ്പരപ്പിലായിരുന്നു കുമാരനും ഷാജിയും. ത്രിസന്ധ നേരത്ത് 4 കാലിൽ കയറി വരുന്ന അച്ഛനെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവളൊന്നും മിണ്ടാതെ നാമം ജപിച്ചു. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമെല്ലാം അതുപോലെ തട്ടിയെടുത്ത് പാത്രങ്ങൾ അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞിരിക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ടാണ് ലക്ഷ്മി വീട്ടിലേക്ക് വന്നത്. അന്നേരം മുതൽ അയാളോട് 4 പറയുന്നതിന് വേണ്ടിയായിരുന്നു അവൾ കാത്തിരുന്നത്. അപ്പോഴാണ് 4 കാലിലുള്ള കയറി വരവ്. അതും കൂടി കണ്ടപ്പോൾ പെണ്ണിനാകെ വിറഞ്ഞു കയറി. അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. 4 കാലിൽ കുടിച്ചുകൊണ്ട് പറ്റില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. കൂട്ടുകാരന്മാരെ സൽക്കരിക്കാനാണെങ്കിൽ പുറത്തു പൊയ്ക്കൊള്ളണം. ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നതും എടുത്ത് കഴിച്ച് എനിക്ക് ഇരട്ടി പണിയുണ്ടാക്കി വയ്ക്കരുത്. അച്ഛൻ ഇന്ന് എന്തൊക്കെയാണ് അടുക്കളയിൽ കാണിച്ചു കൂട്ടിയിരുന്നത്? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീധരൻ അവളുടെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ചു കഴിഞ്ഞിരുന്നു. എന്നെ ഭരിക്കാൻ നീ ആരാടി? നിന്റെ തള്ള വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെയാണ് ഞാഞ്ഞൂല് പോലുള്ള നീ. അവളെ ശക്തമായി പിടിച്ച് തള്ളിക്കൊണ്ട് അയാൾ വേച്ച് മുറിക്കകത്തേക്ക് കയറിപ്പോയി. താൻ ചെയ്ത തെറ്റിൻ്റെയൊക്കെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നതെന്ന് ആ നിമിഷം ലക്ഷ്മിക്ക് മനസ്സിലായി. കാരണം അത്രമാത്രം ദ്രോഹം താൻ അമ്മയോടും ഉണ്ണിക്കുട്ടനോടും ബാലേച്ചിയോടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കാതെ തനിക്ക് മോശം കിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ
താൻ ഏറ്റവും അധികം അച്ഛന് വേണ്ടിയാണ് ബാധിച്ചിട്ടുള്ളത്. ആ അച്ഛനിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. തൻ്റെ തെറ്റുകൾ ഓരോന്നായി അവൾക്ക് മനസ്സിലായി. ഓർക്കുമ്പോൾ ചുടു കണ്ണീർ കവിളിനെയും നനച്ചുകൊണ്ട് താഴേക്ക് ഒഴുകി ഇറങ്ങി. തുടരും.